നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ഈ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്നുമാണ് സമാധാനം ആരംഭിക്കുന്നത്. ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞാണ്. അത് എത്രമാത്രം കഴമ്പുള്ളതാണെന്ന് ഇന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. സ്നേഹമില്ലാതായാൽ അസമാധാനമാണ്, മൊത്തം കശപിശയാണ് എന്ന് തമിഴ്നാട്ടിൽ നോക്കൂ. DMK ഉറ്റ തോഴനായിരുന്ന കോൺഗ്രസ് അവരെ വിട്ട് പിരിഞ്ഞോ? DMK എന്ന വലിയൊരു ആലിൻ്റെ മൂട്ടിൽ മുളച്ചു വന്ന ചെറിയൊരു ചെടിയായിരുന്നു കോൺഗ്രസ്. അതിൻ്റെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് നിഴലായി നിന്നിരുന്ന കോൺഗ്രസ് അവസാനം അവർ ഒരു 5 സീറ്റും ഒരു മന്ത്രിസ്ഥാനം നീട്ടി കാണിച്ചപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അതുകൊണ്ട് DMK എന്തായി? DMKക്ക് തെല്ലൊന്നുമില്ല. അവർ ഞെട്ടിപ്പോയ സംഭവമായിരുന്നു. അതുകൊണ്ട് വലിയ ചതിയാണ്. അതെ. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യ മുന്നണിയിൽ നിന്നും പാർലമെൻറ്റിൽ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ ലോക്സഭാ സ്പീക്കർക്ക് അപേക്ഷ കൊടുത്തു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചപ്പോൾ ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് DMK മാത്രമല്ല, അല്ലേ? അതെ. ഒരു വലിയൊരു മഹാസഖ്യം ഇന്ത്യ മുന്നണിക്കെതിരായിട്ട് ബദലായിട്ട് ജയമടക്കം, ജാർഖണ്ഡിലെ ജയമടക്കം അവിടെ അവരെല്ലാം ലക്ഷ്യം വയ്ക്കുന്ന ഒരേ ഒരു വ്യക്തി ആരായിരിക്കും? രാഹുൽ ഗാന്ധി. പപ്പമോൻ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ അപ്പ വാങ്ങിച്ചു, പലിശ അടക്കം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായിട്ടുണ്ടായ നാടകീയമായ സംഭവങ്ങൾ. ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരാനിരിക്കുകയാണ് അവിടെ. അതെ. അപ്പോഴാണ് നഗരത്തിലെങ്ങും വലിയ തോതിൽ ഫ്ലെക്സുകൾ നിരന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പോയോ? കേരളത്തിൽ നിന്ന് പോയതാണോ? ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ പ്രശ്നം. അതെ. പക്ഷെ അവിടെ ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളാണ് ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നത്. അത് എല്ലാവരുടെയും ഫ്ലെക്സുകളിൽ അവരവരുടെ നേതാക്കളെ ഉള്ളൂ. ഒരിടത്തും രാഹുൽ ഗാന്ധി ഇല്ല. എന്ന് വെച്ചാൽ രാഹുൽ ഞങ്ങളുടെ നേതാവല്ല എന്ന് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. തീരുമാനം വ്യക്തമായി. അതെ. അതായത് ഇന്ന് ഇപ്പോൾ ഈ പ്രതിപക്ഷ സഖ്യത്തിൽ 23 പാർട്ടികളുണ്ട്. ഈ 23 പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു നിർണായക യോഗം ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടക്കാനിരിക്കുകയാണ്. അതിന് കോറം തികയുന്നതും തികയാത്തതും രണ്ടാമത്തെ കാര്യം. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഫ്ലെക്സുകളെല്ലാം നിരന്നിരിക്കുന്നത്. കേരള മോഡൽ ഫ്ലെക്സുകൾ. ഇത് കൃത്യമായിട്ട് രാഹുലിനെതിരാണ്. ഒന്നിൽ പോലും രാഹുലിൻ്റെയോ സോണിയയുടെയോ ഒന്നും ചിത്രമില്ല. ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതാര് എന്ന അതായത് ഇനി നയിക്കേണ്ടതാര് എന്നൊരു ചോദ്യം അവിടെ ഉയർന്നിരിക്കുകയാണ്. അത് രാഹുലല്ല എന്നാണ് സഖ്യകക്ഷികൾ പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്ററുകളുണ്ട്. അതുപോലെ ഈ ശരിക്കും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വെട്ടിലാക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഫ്ലക്സുകൾ മാത്രമല്ല, കാലഘട്ടത്തിന് ശേഷം ഇത് ആദ്യമായിട്ടല്ലേ അപൂർവമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഡൽഹിയിൽ ഇങ്ങനെ സഖ്യകക്ഷികൾ തന്നെ ഫ്ലക്സ് ഇറക്കുന്നത്, അല്ലേ? അതായത് അശോക റോഡിലും അതുപോലെ തന്നെ മറ്റ് AICC ആസ്ഥാനത്തിന് സമീപമുള്ള മറ്റു പല റോഡുകളിലും കൃത്യമായിട്ട് ഈ ഫ്ലക്സ് വന്നിട്ടുണ്ട്. അത് രാത്രി വെച്ചതാണ്. അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. അത് വലിയ വിവാദവുമായിട്ടുണ്ട്. ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. കാരണം ഒരു കുറുമുന്നണി മാത്രമല്ല, അതിനകത്ത് അങ്ങനെ കുറുമുന്നണി എന്ന് പറഞ്ഞ് നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അവിടെ സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നത്, രാഹുലിനെ അവർ ഒഴിവാക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് NCPയുടെ അധ്യക്ഷൻ ശരത് പവാർ, ശിവസേനയുടെ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റാലിൻ ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഇതിനെ ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ കരുത്തരെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ശരത് പവാർ, ഉദ്ധവ് താക്കറെ, മമതാ ബാനർജി, ഇവരൊക്കെയാണ്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ, ഭഗവന്ത് മാൻ, നമ്മുടെ പഞ്ചാബിലെ മുഖ്യമന്ത്രി, അങ്ങനെ DMKയുടെ നേതാവ് ഉദയനിധി സ്റ്റാലിൻ, അതുപോലെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവരെല്ലാവരും ഈ പോസ്റ്ററുകളിലുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇല്ല. കനിമൊഴിയുമുണ്ട്. പാർലമെന്ററി പാർട്ടി
കനിമൊഴി നേതാവാണ് കനിമൊഴി. അതായത് ശരിക്കു പറഞ്ഞാൽ ഭഗവന്ത് മാന് ഇപ്പം മുഖ്യമന്ത്രിയാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്, അതുപോലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരുടെയൊക്കെ ചിത്രങ്ങളടങ്ങിയ ഫ്ലെക്സുകൾ അവിടെ നിരന്നു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ ആരൊക്കെയാണോ ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നത് അവർക്കെല്ലാം വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. CPM തകർന്നു കേരളത്തിൽ, തമിഴ്നാട്ടിൽ DMK തകർന്നു. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടോ ഇല്ലയോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ അവരുടെയൊക്കെ നേതാക്കളുടെ പടം വെച്ച് ഫ്ലെക്സ് അടിച്ചു. പക്ഷെ എവിടെ രാഹുൽ, എവിടെ പോയി? CPM കട്ടക്കലിപ്പിലാണ്. CPM ഭയങ്കര കലിപ്പിലാണ്. അതായത് കേരളത്തിൽ വന്ന് കോൺഗ്രസിനെതിരെ ശക്തമായി നിലപാട് എടുത്തത് കൊണ്ടാണ്, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എടുത്തത് കൊണ്ടാണ് UDFന് ഇത്രയും വലിയ വിജയം കിട്ടിയത്. തിരിച്ചടി ഇവർക്കുണ്ടായത് ആർക്ക്? LDFനും CPIM. ഈ ഒരു തിരിച്ചറിവ് ആദ്യമേ ഉണ്ടാകേണ്ടതല്ലേ CPMന്? CPMന് നേരത്തെ കോൺഗ്രസിന് കെട്ടിപ്പിടിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ വന്നാൽ രാഹുൽ ഗാന്ധി പിണറായി വിജയന്റെ ഇലക്ഷൻ ക്യാമ്പയിന് വരുമോ? ഇല്ല. വരുന്ന UDF നേതാക്കൾക്ക് ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകേണ്ടതല്ലേ? അതെ. ഇപ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ഉണ്ട്, അഖിലേഷ് യാദവ് പങ്കെടുക്കണം, മമതാ ബാനർജി പങ്കെടുക്കണം, തേജസ്വി യാദവ്, ഉദ്ധവ് താക്കറെ, ഇവരൊക്കെ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ഇവരാരും ഇത് പങ്കെടുക്കില്ല, ഇതിനെ ബഹിഷ്കരിക്കും എന്ന ഒരു വിവരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുലിൻ്റെ നേതൃത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ മുന്നണിക്ക് പുതിയ നേതാവ് വേണം, അത് കോൺഗ്രസിൽ നിന്ന് തന്നെ വേണം എന്ന നിർബന്ധവും അവർക്കില്ല. അതായത് ഞങ്ങളില്ലാതെ കോൺഗ്രസ് എന്ത് ചെയ്യും, കാണട്ടെ. നമുക്കറിയാമല്ലോ കോൺഗ്രസിൻ്റെ ഉത്തരേന്ത്യയിലെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. UPയിൽ കോൺഗ്രസ് ഉണ്ടോ? ഇല്ല. ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടോ? ബംഗാളിലോ? വളരെ. ഇനി നേരത്തെ പറഞ്ഞ JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായ ഹേമന്ത് സോറനാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്. അവിടെ അവരോട് ആലോചിക്കാതെയാണ് ഇപ്പോൾ രാജ്യസഭ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ്. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ്സിന്, പിന്നെ ഇനി തീർന്നില്ല, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഇവിടെ ഒന്നും കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഉള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക, കേരളം, തെലങ്കാന. ബാക്കി രണ്ടിടത്ത് നോക്കണ്ട. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവാണ്, അവിടെ നടക്കില്ല. പിന്നെ കോൺഗ്രസ് ഭരിക്കാനുള്ളത് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശ്. അപ്പോൾ ദക്ഷിണദേശത്ത് നിന്ന് 3 സംസ്ഥാനങ്ങളും ഉത്തരദേശത്ത് നിന്ന് 1 സംസ്ഥാനവുമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ്സിനുള്ളത്, അല്ലേ? തമിഴ്നാട്ടിൽ ഒരു മന്ത്രിയും, തമിഴ്നാട്ടിലെ ഭരണത്തിൽ പങ്കാളിത്തം. പക്ഷേ TVK ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടില്ല, അവരെ വിളിച്ചിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നത് പരമ്പരാഗതമായി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ കൂടി അവരോടത്ത് ചർച്ച ചെയ്യാതെ വിജയിനെ വിളിക്കാൻ പറ്റില്ല. മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കാരണം വിജയ് വന്നാൽ DMK തെറ്റും, ഉറപ്പാണ്. തീർച്ചയായിട്ടും DMKക്ക് വിജയിനോടൊപ്പം ഇരിക്കാൻ കഴിയില്ല. കാരണം വിജയ്, പിന്നെ തമിഴ്നാട് BJP ഘടകം ഒക്കെ പിന്നെ DMKയെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളാണ്, രാഷ്ട്രീയ എതിരാളികളാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം DMK ചേരും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് BJPയെ അവരെതിർക്കുകയും ചെയ്യും. അതാണ് അതിനകത്തുള്ള രാഷ്ട്രീയം. BJPയെ എതിർക്കാൻ വേണ്ടുന്ന ചില ഗിമ്മിക്കുകൾ, അതാണ് അവിടെ ഈ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, ഇവരുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു പൊതുവായ ആവശ്യം എന്ന് പറയുന്നത്, അവർ പറയാതെ പറയുന്നത് നേതൃമാറ്റം. ഇന്ത്യ സഖ്യത്തെ നയിക്കേണ്ടത് ഇനി രാഹുൽ ഗാന്ധി അല്ല, പകരമാര്? പ്രിയങ്ക വരുമോ? അതോ മല്ലികാർജുന ഖാർഗെ കടന്നു വരാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിനെ വീണ്ടും രാജ്യസഭയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ രാഹുലിന്റെ നേതൃത്വത്തിന് ഒരു വലിയ വെല്ലുവിളി. രാഹുൽ മാത്രമല്ല, കോൺഗ്രസേ വേണ്ട, കോൺഗ്രസിനെ അതാ ഞാൻ ചോദിക്കണേ, ഈ കോൺഗ്രസ് എവിടാ ഉള്ളത് ഇപ്പോൾ? കോൺഗ്രസ് ശരിയാണ്, എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസ്സിന്
വോട്ട് വിഹിതം കിട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചൂണ്ടിക്കാട്ടിയ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നിലം തൊടുമോ? യു.പിയിൽ നിലം തൊടുമോ? ബീഹാറിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കനിമൊഴിയെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ ആക്കണമെന്ന് DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കനിമൊഴിയാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും DMK നേതൃസ്ഥാനം പാർലമെന്ററി പാർട്ടി ലീഡറാണ് കനിമൊഴി. അതേസമയം മമത ആവശ്യപ്പെടുന്നത് അഭിഷേക് ബാനർജിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ അതൊരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മമതയുടെ വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് ഇന്ത്യ മുന്നിൽ ചേരുന്നത് എന്നാണ് പറയുന്നതെങ്കിലും നേതൃമാറ്റം തന്നെയാണ് ഇവിടെ പ്രധാന ലക്ഷ്യം. മമതയ്ക്ക് ബംഗാളിലെ BJP സർക്കാരിൽ നിന്നും ഏൽക്കുന്ന ക്രൂരമായ അവസ്ഥ, ക്രൂരതകൾ. പക്ഷേ ഇത്രയും കാലം മമത ഇന്ത്യ മുന്നേ തള്ളിപ്പറഞ്ഞാണ് നിന്നത്. ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗത്തിലും മമത അങ്ങനെ പങ്കെടുത്തിട്ടില്ല. മമത മാത്രമല്ല, ലാലുവും തള്ളി പറഞ്ഞു. അതെ. ഇനി അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരണ്ട, നിയമസഭാ തെരഞ്ഞെടുപ്പും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരണ്ട എന്നാണ്. നോക്കൂ, രാഹുൽ ഭാരത് ജോഡോ യാത്ര നടത്തി, എന്തായി? ഹരിയാനയിൽ ആര് ജയിച്ചു? മഹാരാഷ്ട്രയിൽ ആര് ജയിച്ചു? ബീഹാറിൽ ആര് ജയിച്ചു? ഡൽഹിയിൽ ആര് ജയിച്ചു? അപ്പോൾ ഇവിടെ എല്ലാം രാഹുലിന് കനത്ത തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ 23 പാർട്ടികളുണ്ട്, എല്ലാം പ്രാദേശിക പാർട്ടികളാണ്. ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള പാർട്ടിയെ നമുക്കതിനകത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയില്ല. പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന എതിരാളികളെ പോലെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ പാർട്ടികൾ. ഒരു ഐക്യോ ഒരു കെട്ടുറപ്പൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം. അതുപോലെ തന്നെ മമത, ലാലു, ഇപ്പം രേവന്ത് റെഡ്ഡിയൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് അതും കേട്ട് തിരിച്ച് ചിലതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വ്യക്തിപരമായ മറുപടിയായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനോട് പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവന ഇറക്കുന്ന കക്ഷികളെ, ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളെ നേരിടുകയും വേണം, അല്ലേ? രാഹുലിൻ്റെ ഒരു അപ്രമാദിത്വം നിലനിർത്തുകയും വേണം. ഇതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാകാത്തതാണ്. അവിടെയാണ് ഇന്ത്യ സഖ്യത്തിലെ 23 പാർട്ടികൾ ഒരു നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിന് മുന്നോടിയാണ് ഈ ഫ്ലക്സ് യുദ്ധം. ഈ ഫ്ലക്സ് യുദ്ധം വെറുതെ അല്ല. വളരെ കൃത്യമായിട്ട് രാഹുലിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കണം, രാഹുലിനെ മാറ്റി നിർത്തണം എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായിട്ട് തൊപ്പിയിട്ട് കേവലം ഈ 4 സ്ഥലത്ത് മാത്രം ഇന്ന് ബാക്കിയുണ്ട്. അത് 3 തെക്കേ ഇന്ത്യയിലാണ്, ഒരെണ്ണം നോർത്തിലും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കോൺഗ്രസ് എന്ത് ചെയ്യും, രാഹുൽ ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളില്ലെങ്കിൽ കോൺഗ്രസ് വെറും 99ആണ്. കോൺഗ്രസ്സിന് അവിടെ BJPയെ വെല്ലുവിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഇനിയിപ്പോൾ രാജ്യസഭ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തീർച്ചയായിട്ടും BJPക്ക് അപ്പർ ഹാൻഡ് ഉണ്ടാവും. മാത്രമല്ല രാജ്യസഭയിൽ BJP കണക്കെണ്ണം തികയ്ക്കുകയും ചെയ്യും. ലോക്സഭയിലാണ് BJPക്ക് ആ ബുദ്ധിമുട്ട്. അതിപ്പോൾ മമതയുടെ MP-മാർ തൃണമൂല് വിട്ട് ഒരു പ്രത്യേക ബ്ലോക്കായി തീരുമാനിച്ചാൽ അവിടെ അത് BJPക്ക് നേട്ടമാണ്. ലോക്സഭയിൽ BJPക്ക് അത് വലിയ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ DMKയുടെ ഒരു പ്രധാന അവരിപ്പോൾ കോൺഗ്രസിന്റെ പ്രവൃത്തി കൊണ്ടാണ് വിട്ട് നിൽക്കുന്നതെങ്കിലും അവർക്ക് എവിടെയെങ്കിലും ഒരു അധികാരം വേണം. അല്ല, അവർക്ക് ഒന്നുകിൽ തമിഴ്നാട് പോയാൽ കേന്ദ്രത്തിൽ വേണം. അല്ല, അവർക്ക് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ 20+ MP-മാർ, ഈ 20+ MP-മാർക്ക് നേരെ 22 എനിക്ക് തോന്നുന്നത് 39 MP-മാർ തമിഴ്നാട്ടിൽ അത് DMK മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സീറ്റ് എന്തോ കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. അപ്പം പോട്ടെ, അത് എത്രയായിരുന്നാലും അപ്പം ഇത്രയും MP-മാർ BJPക്കൊപ്പം ചേരുകയാണെങ്കിലും BJPക്ക് പിന്നെ ഒരു 12 പേരുടെ കുറവേ 12 പേരുടെ കുറവ് വരുന്നു. അതായത് BJP ഇപ്പം 242 240 ആണ് സംഖ്യ.
ഈ പിന്നെ ഇവരുടെ പിന്തുണ കൂടെ വന്നാൽ, അത് ഞാൻ പറഞ്ഞ BJPക്ക് ഒറ്റയ്ക്കുള്ളതാണ്. ചന്ദ്രബാബു നായിഡുവും നിതീഷിൻ്റെ പാർട്ടിയും ഒക്കെ ചേർന്ന് വരുമ്പോൾ BJPയുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അതിൽ ഈ DMKയുടെ പിന്തുണ കൂടെ വന്നാൽ അത് വലിയൊരു ചുവടുവയ്പ്പാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയുമാണ്. രാഹുൽ എന്തൊക്കെ ഈ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നോ അതെല്ലാം തകർന്ന് വീഴാൻ പോകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ തകർന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കോൺഗ്രസിനെ തകർക്കാൻ ഇനിയിപ്പം കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായി മാറുക എന്നുള്ള ഒരൊറ്റ, കാരണം DMKക്ക് അവിടെ അണ്ണാമലയുടെ പുതിയ പാർട്ടിയെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് അങ്ങനെ വിജയുടെ TVK വളരെ നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് തോറ്റ് അടിഞ്ഞിരിക്കേണ്ടി വന്നത്. അപ്പോൾ അവർക്കെന്തായാലും ഭരണം ആവശ്യമാണ്. കേന്ദ്രത്തിൽ 1-2 മന്ത്രിമാർ മുമ്പ് ഉണ്ടായിരുന്നത് പോലെ സഖ്യകക്ഷിയായിട്ട് തുടരാൻ അവർക്ക് താല്പര്യമുണ്ട്. അത് ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ അത് തീരുമാനമാകും. അത് ഈ DMKക്ക് വഴി വേറെ ഇല്ല. അവർ BJPയോടൊപ്പം ചേരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവരെല്ലാവരും യുവരാജാവിൻ്റെ എന്താ പറയുക സ്ഥാനലബ്ധിയെ എതിർക്കുന്നു. കോൺഗ്രസും രാഹുലും, ഈ രാഹുൽ ഈ പറയുന്നത് പോലെ പല സന്നിഗ്ധ ഘട്ടങ്ങളിലും ഈ സഖ്യകക്ഷികളെ, ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ വേണ്ട വിധത്തിൽ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് അതിലെ വിഷയം. അതുകൊണ്ടാണ് അവർ ആ നന്ദികേടാണ് അവർ അതിൽ കാണുന്നത്. അത് നമ്മൾ തമിഴ്നാട്ടിൽ വ്യക്തമായിട്ട് കണ്ടതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഷിബു സോറൻ്റെ കാര്യത്തിലും കണ്ടതാണ്. ഈ ബീഹാറിൽ മത്സരിക്കാൻ വന്നപ്പോൾ വളരെ പ്രസക്തമായ സീറ്റുകൾ, ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകൾ കൊടുത്ത് ഒതുക്കുകയായിരുന്നു. അപ്പോൾ കണ്ടു തന്നെ അറിയണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി എന്താണ്. ഇനി കോൺഗ്രസ് അതിനെ നയിക്കാനുണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാൽ തന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ നായകൻ? ഈ പറയുന്നത് പോലെ ക്യാപ്റ്റൻ ആയി നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഈ ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അതോ BJP സമർത്ഥമായിട്ട് അതിനെ പൊളിച്ചടുക്കി തരുന്നതാണോ എന്നുള്ളതാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക്. രാഹുലിൻ്റെ സ്ഥാനം ഇനി എവിടെയായിരിക്കും, എന്തായിരിക്കും? നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.